ഹലോ, ഗുഡ് മോർണിംഗ്. ഈ ബുക്ക് വായിക്കാൻ തുടങ്ങിയിട്ട് 9ാമത്തെ ദിവസമാണ്. അതിലൊരു കോട്ട്: വി ക്യാൻ ഓൺലി ബി സെഡ് ടു ബി അലൈവ് ഇൻ ദോസ് മൊമെന്റ്സ് വെൻ അവർ ഹാർട്ട്സ് ആർ കോൺഷ്യസ് ഓഫ് അവർ ട്രഷേഴ്സ്. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ ചില സമയം നമ്മൾ മറന്നു പോകാറുണ്ട് ആ സമയം ലിവ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ മൊമെന്റ് ഒന്ന് എൻജോയ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ. ലൈഫ് ഇസ് നോട്ട് അബൌട്ട് ബിഗ് തിങ്സ്. ലൈഫിൽ ഒരുപാട് ബിഗ് തിങ്സിന് വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് കിട്ടിയ ലിറ്റിൽ തിങ്സിൽ നമ്മൾ എന്തുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ നമ്മൾ മറന്നു പോകുന്നത്? കാരണം നമ്മൾ ആ ബിഗ് തിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ആ വലിയ കാര്യത്തിന് വേണ്ടി നമ്മുടെ ഗോൾ നോക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പോകുന്ന ഡെസ്റ്റിനേഷന് മുന്നേ നമുക്കൊരു ജേർണി ഉണ്ട്. ആ ജേർണിയിൽ നമ്മൾ ലിവ് ചെയ്യാനും കൂടെ നമ്മൾ ചില സമയം മറന്നു പോകാറുണ്ട്. കാരണം ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴത്തേക്കും, ബാക്കിൽ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും, ഇത്രയും വഴി ഞാൻ എൻജോയ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു, ഞാൻ എന്നെ തന്നെ ലൈഫിൽ ഞാൻ ഇത്രത്തോളം ഷേപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. ഇത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ള വഴിയിൽ എല്ലാ വഴിയും ധൈര്യത്തോടെ കടന്നു വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഫീൽ ആയിരിക്കും, ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ നടന്നു വന്ന വഴിയിൽ ഒരുപാട് ആൾക്കാർ, പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാരെ കണ്ടിരിക്കും, ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിരിക്കും. സോ എപ്പോഴും ലൈഫിൽ എൻജോയ് ചെയ്യുക, ആ മൊമെന്റ് ലിവ് ചെയ്യുക. കുറച്ച് വർഷങ്ങളായി നമ്മുടെ മനസ്സിൽ ഒരു ഭയങ്കര ട്രഷർ ആയിരിക്കും. സോ ലൈഫ് എപ്പോഴും എൻജോയ് ചെയ്യുക. ഹാർഡസ്റ്റ് വേ ആണെങ്കിൽ പോലും നമ്മൾ ഭയങ്കര ഹാർഡായിട്ട് ഇരുന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആ ഒരു കഠിന പാതയായിരിക്കും നിങ്ങളിപ്പോ നിൽക്കുന്ന ആ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണായി മാറ്റിയിരിക്കുന്നത്. സോ എപ്പോഴും ലൈഫിനോട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. ബൈ ബൈ.